ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. ഊട്ടിയിലെ ക്ലബ് ബോക്സൺ റിസോർട്ടാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ആ യാത്രയിൽ ഒരുപാട് കാഴ്ചകൾ കാണണമെന്നുണ്ട്. പക്ഷേ അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നൊരു വലിയ പ്ലാനിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെ പറ്റി മാത്രമേ ഒരു പ്ലാനിങ് ഉള്ളൂ. പക്ഷേ യാത്രകൾ മനോഹരമാക്കണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. എല്ലാ വിശേഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ യാത്ര തുടങ്ങുകയാണ്. ഓക്കെ, ഹായ്. അപ്പോൾ നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിങ്ങിലാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ വണ്ടി സേഫായിട്ട് ഇവിടെ പാർക്ക് ചെയ്തു. അതിൻ്റെ ടിക്കറ്റ് ചാർജ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ട്രെയിനിന് 2ാം പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ബാക്കി കാര്യങ്ങൾ സ്റ്റെപ്പ് കയറി ഇറങ്ങിയിട്ട് പറയാം. മഴയെന്ന് വെച്ചാൽ രക്ഷയില്ലാത്ത മഴയാണ്. ഇടിയും മിന്നലൊക്കെ ഉണ്ട്. നല്ല ശക്തമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെന്ന് നിന്നപ്പോൾ തന്നെ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ വന്നു. അതിനകത്ത് ആൾക്കാർ നനഞ്ഞുകൊണ്ട് തന്നെ കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ട്രെയിൻ ഒരു 10 മിനിറ്റ് ലേറ്റായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കാത്തിരുന്നപ്പോഴേക്കും നമ്മൾ ട്രെയിൻ എത്തി. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. പക്ഷേ രാത്രി ആയതുകൊണ്ട് യാത്രയെ വലുതായിട്ട് കാണിക്കത്തക്കവണ്ണം ഒന്നുമില്ല. ഈ പറഞ്ഞ വെളിയിലോട്ട് പോകുമ്പോൾ ഇരുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ട്രെയിൻ യാത്രയിലെ കാഴ്ചകളൊന്നുമില്ല. അപ്പോൾ ഇനി രാവിലത്തെ കുറേ വിശേഷങ്ങൾ കാണാം. ഓക്കെ, അങ്ങനെ ഞങ്ങളൊരു 3 മണിയോടെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒരു ചായയൊക്കെ കുടിച്ചു. ഇനിയൊന്ന് ഫ്രഷ് ആയിട്ട് വേണം യാത്ര തുടരാൻ. അപ്പം നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവിടുത്തെ തന്നെ റെയിൽവേയുടെ തന്നെ വെയിറ്റിംഗ് റൂമിൽ ജെൻസിനും ലേഡീസിനും പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അതെ, നമുക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. സമയം 6 മണിയോളം ആവാറായി. കോയമ്പത്തൂർ ആദിയോഗി ഇഷ ടെമ്പിളിലേക്ക് പോകുമെന്നാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ തമിഴ്നാട് സർക്കാരിൻ്റെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസ് ഉണ്ടെന്നും അതിൻ്റെ ഫ്രണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട ബസ് കിട്ടുമെന്നും അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് പറഞ്ഞു. അവിടെ എല്ലാം ബസ്സിൻ്റെ നമ്പർ വെച്ചാണ് അവർ പറയുന്നത്. അതായത് 14D എന്ന് എഴുതിയ ചുവന്ന ബസ് വരും, അതിൽ കയറിയാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അവിടെ നിന്ന സമയത്ത് ഒരുപാട് ഓട്ടോക്കാർ നമ്മൾ വട്ടം കൂടി 800 രൂപ തന്നാൽ മതി അവർ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങളത് കേട്ടില്ല. ഞങ്ങൾ ബസ്സിന് വേണ്ടി കാത്തു നിന്നു. അങ്ങനെ ആ ബസ് അവസാനം വന്നു. പക്ഷേ ആ ബസ് അവിടെ നിർത്താതെ പോയി. ഞങ്ങളും വേറെ ഒരുപാട് പേരും പെട്ടുപോയി. അങ്ങനെ ഞങ്ങൾ ഊബറിൽ ഒരു ഓട്ടോ ബുക്ക് ചെയ്തു. 371 രൂപയാണ് കാണിച്ചത്. പക്ഷേ അയാൾ 600 രൂപ വേണമെന്ന് പറഞ്ഞു. പിന്നെ അവസാനം സംസാരിച്ച് 500 രൂപയ്ക്ക് ഞങ്ങൾ ആ ഓട്ടോയിൽ യാത്ര തുടങ്ങി. അങ്ങനെ പോകും വഴിക്ക് പുള്ളി പമ്പിൽ എണ്ണ അടിക്കാൻ കയറ്റി. നമ്മളിവിടത്തെക്കാട്ടും വളരെ വിലക്കുറവാണ് അവിടെ പെട്രോളും ഡീസലിനൊക്കെ. അങ്ങനെ കാഴ്ചകളെ കണ്ട് ഞങ്ങൾ പോവുകയാണ്. ഇത് നമ്മൾ പ്രധാനമായിട്ടും പെട്ടുപോകാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് ഇലക്ഷൻ ആയിരുന്നു നമ്മുടെ ഈ യാത്രാ ദിവസം. അതുകൊണ്ട് തന്നെയാണ് അവിടെ ബസ്സുകളുടെ എണ്ണമൊക്കെ കുറവായിട്ട് വന്നതും നമ്മൾ ഈ ഓട്ടോയെ ആശ്രയിക്കേണ്ടി വന്നതും. അങ്ങനെ നമ്മൾ ആദിയോഗി ഇഷ ടെമ്പിളിൻ്റെ പ്രവേശന കവാടത്തിലെത്തി. വളരെ വലിയൊരു പ്രവേശന കവാടമാണ്. അതിനുള്ളിലേക്ക് കയറുമ്പോൾ ചുറ്റും ചെടികളും പൂക്കളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വഴിയും കാര്യങ്ങളൊക്കെയാണ്. ആദ്യം തന്നെ ഒരു ബിൽഡിങ്ങും അതിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇഷ ആദിയോഗി ടെമ്പിളിലേക്ക് നടക്കുകയാണ്. നമ്മൾ വന്ന ഓട്ടോ ആ മെയിൻ എൻട്രൻസിലാണ് അവർ നിർത്തിയത്. ഓട്ടോ അകത്തേക്ക് കയറ്റി വിട്ടില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ നടക്കുകയാണ്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം വഴിയൊക്കെ വളരെ മനോഹരമായിട്ട് കല്ലുകൾ പാകിയ വഴിയാണ്. ഇരു സൈഡിലും നല്ല ചെടികളും ഒക്കെ ഉണ്ട്, നല്ല കാഴ്ചകളുണ്ട്. മയിലുകളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുന്നു. മയിലിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പോയിട്ട് കിട്ടിയില്ല, അത് എസ്കേപ്പ് ആയി കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് പോവുകയാണ്. ഗായ്സ്, നമ്മൾ ദൂരെ നിന്നിട്ടാണെങ്കിലും നമ്മുടെ ഡെസ്റ്റിനേഷൻ ഒന്ന് കണ്ടു. അതിൽ സന്തോഷം നിർവൃതിയാണെന്ന് ഞാൻ എന്താ പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പം നമുക്ക് ആദിയോഗിയുടെ ശില്പം കാണാം. ഇത് നമ്മൾ ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരം ഇനിയും അങ്ങോട്ടേക്ക് പോകാനായിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ട്. നമ്മൾ ആദിയോഗി ശില്പത്തിന് പുറകിലായിട്ട് കാണുന്നത് വലിയ മലനിരകളാണ്. വെള്ളിയാങ്കിരി മലനിരകൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ആദിയോഗി ശില്പമുള്ളത് ഇഷ ഫൗണ്ടേഷൻ്റെ അധീനതയിലാണ്. ഇഷ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് 1992 സദ്ഗുരു സ്ഥാപിച്ചതാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ഇവിടം കേന്ദ്രീകരിച്ച് തന്നെയാണ്. നമ്മുടെ ഈ ഒരു ആദിയോഗിയുടെ മഹത്വമുള്ള മുഖം എന്ന് പറയുന്നത് 112 അടി ഉയരത്തിലാണ് ഉള്ളത്. സദ്ഗുരുവാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എൻ്റെയും പവിയുടെയൊക്കെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ വന്നിട്ട് ആദിയോഗിയെ കാണുക എന്നുള്ളത്. എന്താണെന്നറിയില്ല, എന്തോ ഒരു പ്രത്യേക ഫീലാണ് ശിവഭഗവാന്റെ ഈ ഒരു അർത്ഥകായ പ്രതിമ കാണുമ്പോൾ. ഞാൻ നമ്മുടെ കാറിലും ഈ ആദിയോഗിയുടെ ഒരു രൂപം വാങ്ങിയിട്ട് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. കാരണം നല്ലൊരു പോസിറ്റീവ് ആണ് ആ ഒരു മുഖം കാണുമ്പോൾ തന്നെ.
ഒരു ശാന്തമായ രീതിയിൽ ഇരിക്കുന്ന ഒരു മുഖം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദിയോഗി ശില്പത്തിൻ്റെ മുന്നിലേക്ക് പോവുകയാണ്. അതിനൊന്ന് വലം വയ്ക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. 112 അടി ഉയരവും 24 മീറ്റർ വീതിയും 147 അടി നീളവുമാണ് ഈ ഒരു അത്രയും ഭാഗത്താണ് ഈ ആദിയോഗിയുടെ ഈ ഒരു മുഖം സ്ഥിതി ചെയ്യുന്നതെന്നാണ് ഇവിടുത്തെ കണക്കുകളിൽ പറയുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ഊർദ്ധകായ പ്രതിമ എന്ന ഗിന്നസ് റെക്കോർഡും ഈ ഒരു ശിവരൂപം നേടിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏതാണ്ട് 9 മണിയോളം ആവാറായി. നമ്മൾ ആദിയോഗി ശില്പത്തിന് വലം വെച്ച് വരികയാണ്. ഈ ഒരു ശില്പം മുഴുവനായി നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീൽ കൊണ്ടാണെന്ന് പറഞ്ഞത് എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യമാണ്. ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ശില്പത്തിന് ഫ്രണ്ടിലായിട്ട് പ്രതിഷ്ഠയുണ്ട്. അവിടെ എല്ലാവരും തൊഴുത് പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്. 2017 മഹാശിവരാത്രി ദിനത്തിൽ ആദരണീയനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ് ഈ ഒരു ആദിയോഗി ശിവപ്രതിമ അനാവരണം ചെയ്തത്. ആദിയോഗിയുടെ മഹത്വമുള്ള മുഖം മാത്രമല്ല, മറ്റൊട്ടനവധി കാര്യങ്ങൾ നമുക്കിവിടെ കാണാനും അറിയാനും പഠിക്കാനുമായിട്ടൊക്കെ ഉണ്ട്. ഞങ്ങളീ കാണിച്ച് 100% മാത്രമേ ആകുന്നുള്ളൂ. ഒരു ദിവസം മുഴുവനായിട്ട് നിന്നാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കൂ. എൻ്റെയും പവിയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് സാധിച്ചത്, ആദിയോഗിയെ നേരിട്ട് കാണുക എന്നുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളും ഇവിടെയൊക്കെ വരണം, ഇതെല്ലാം നേരിട്ട് കാണണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.